ഒരു യോഗി അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ശ്മശാനത്തിൽ ഒരു വേതാളൻ താമസിക്കുന്നുണ്ടെന്നും അതിനെ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ യാഗത്തിന് സഹായിക്കണമെന്നുമായിരുന്നു യോഗിയുടെ ആവശ്യം. രാജാവ് ധീരനായതിനാൽ ശ്മശാനത്തിലേക്ക് പോയി ആ വേതാളത്തെ പിടിക്കാനായി സമ്മതിച്ചു. ശ്മശാനത്തിലെ വലിയ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരു ശവം കാണിച്ചു. അതുതന്നെയാണ് വേതാളം, മനുഷ്യ ശരീരമുള്ള പ്രേതം. വിക്രമാദിത്യൻ ധൈര്യത്തോടെ അതിനെ തോളിലേറ്റി യാത്ര തുടങ്ങി. വേതാളം അത്ഭുതപ്പെട്ടു. നീ ധൈര്യശാലിയാണ് രാജാവി. പക്ഷേ ഞാൻ നിനക്ക് കഥകൾ പറയാം. ഓരോ കഥയും കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കും. നീ സത്യം അറിയുമ്പോഴും ഉത്തരം പറയാതെ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. ഉത്തരം പറഞ്ഞാൽ ഞാൻ പിന്നെയും പിന്നെയും ഈ മരത്തിൽ പറന്നു പോകും. വിക്രമാദിത്യൻ പറഞ്ഞു, ശരി, പറയൂ. അങ്ങനെ തുടങ്ങി വേതാളത്തിൻ്റെ 25 കഥകൾ. ഓരോ കഥയും മനുഷ്യജീവിതത്തിലെ ഒരു പാഠമായിരുന്നു. ഓരോ കഥ കഴിഞ്ഞാൽ വേതാളം ഒരു ചോദ്യം ചോദിക്കും. വിക്രമാദിത്യൻ അതിന് ബുദ്ധിപൂർവ്വം ഉത്തരം പറയും. അങ്ങനെ വേതാളം വീണ്ടും പറന്നു പോകും. പക്ഷേ രാജാവ് ഒരിക്കലും കൈയൊഴിയാതെ അവനെ വീണ്ടും പിടിച്ചുകൊണ്ടുവരും. ഇത് 24 തവണ ആവർത്തിച്ചു. അങ്ങനെ 25ാമത്തെ കഥ എത്തിയപ്പോൾ വേതാളം പറഞ്ഞു, ഇപ്പോൾ നിനക്കൊരു രഹസ്യം പറയാം. നീ ഈ വേതാളത്തെ കൊണ്ടുപോകുന്ന ആ യോഗി, അവൻ യാഗത്തിനായി നിന്നെ ബലി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നീ അവനെ വിശ്വസിച്ചാൽ നിനക്ക് മരണം സംഭവിക്കും. വിക്രമാദിത്യൻ അത് കേട്ട് അത്ഭുതപ്പെട്ടു. പക്ഷേ ശാന്തമായി ചിന്തിച്ചു. അവൻ വേതാളത്തെ നന്ദിപൂർവ്വം വിട്ടയച്ചു. ശ്മശാനത്തിൽ പോയി യോഗിയെ കണ്ടപ്പോൾ യോഗി ചിരിച്ചുകൊണ്ട് കത്തിയെടുത്തു. പക്ഷേ വിക്രമാദിത്യൻ അതിനു മുൻപേ തിരിച്ചറിഞ്ഞതുകൊണ്ട് യോഗിയെ തന്നെ അടിച്ചു വീഴ്ത്തി. അവസാനം വേതാളം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. നീ ധൈര്യവും ബുദ്ധിയും നീതിയുമെല്ലാം ഒരുമിച്ച് കൈവരിച്ച മഹാരാജാവാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും നീതിമാനായ രാജാവായി അറിയപ്പെട്ടു.